എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം എന്ന ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ക്വസ്റ്റ്യൻസ് 25 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 10 ക്വസ്റ്റ്യൻസ് കാണും. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ആദ്യത്തെ സെക്ഷൻ എ ആണ്. സെക്ഷൻ എ എന്ന് പറയുമ്പം 2 ക്വസ്റ്റ്യൻ കാണും. അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 3, 4, 5 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പോൾ ആ ഒരു സെക്ഷൻ ടോട്ടൽ 6 മാർക്കായിരിക്കും. ദെൻ സെക്ഷൻ സി എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് കാണും. 6, 7, 8 ഓരോന്നിനും 3 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 9 മാർക്ക്. സെക്ഷൻ ഡി എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ് കാണും. 9, 10 അതിൽ ഓരോന്നിനും 4 മാർക്ക് വീതം. അങ്ങനെ ആ സെക്ഷന് 8 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 25 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്കും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ 5 മിനിറ്റ് നേരം ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടി എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സമയം നോക്കുക. 1.5 മണിക്കൂറാണ് നമ്മൾ സമയം വെച്ചിരിക്കുന്നത്. ആ 1.5 മണിക്കൂർ കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ സെക്ഷൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. When armature is used as a stator in power generator, the dash can be avoided. Exciter, power transformer, power grid, graphite brushes. പവർ ജനറേറ്ററുകളിൽ ആർമേച്ചർ സ്റ്റേറ്ററായി ഉപയോഗിക്കുമ്പോൾ ഡാഷ് ഒഴിവാക്കാൻ കഴിയും. എക്സൈറ്റർ, പവർ ട്രാൻസ്ഫോമർ, പവർ ഗ്രിഡ്, ഗ്രാഫൈറ്റ് ബ്രഷ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ? 230 volt, 1100 volt, 110 kV, 11 kV. ഇന്ത്യയിൽ പവർ പ്രേഷണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത എത്ര? 230 വോൾട്ട്, 1100 വോൾട്ട്, 110 കിലോ വോൾട്ട്, 11 കിലോ വോൾട്ട്. സെക്ഷൻ ബി, തേർഡ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് എ DC motor. A. Write the names of the parts labeled as A and B. B. What are the changes to be made so as to convert this device into an AC generator? നൽകിയിരിക്കുന്ന DC മോട്ടോറിൻ്റെ രേഖാചിത്രം നിരീക്ഷിക്കുക. എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗത്തിൻ്റെ പേരെഴുതുക. ബി. ഈ ഉപകരണത്തെ ഒരു AC ജനറേറ്ററാക്കി മാറ്റാൻ ഘടനാപരമായി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? അപ്പം 2 പാർട്ടാണ്. അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ദെൻ സെക്ഷൻ ബിയുടെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ സേഫ്റ്റി ഈസ് എൻഷ്യൂർഡ് ബൈ യൂസിങ് 3-pin പ്ലഗ്സ് ഇൻ ഹൗസ് ഹോൾഡ് വയറിംഗ്. ഗാർഹിക സർക്യൂട്ടുകളിൽ 3-pin പ്ലഗുകൾ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. 2 മാർക്ക്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A transformer without power loss has 1500 turns in its primary coil and 700-500 turns in the secondary coil. Secondary coil delivers 100 watt power at 250 volt. A. Calculate the voltage across the primary coil. B. Find the current through the primary coil. പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ 1500 ചുറ്റുകളും സെക്കൻഡറിയിൽ 7500 ചുറ്റുകളുമുണ്ട്. സെക്കൻഡറിയിൽ നിന്ന് 250 വോൾട്ടിൽ 100 വാട്ട് പവർ വിനിയോഗിക്കുന്നു. എ. പ്രൈമറിയിലെ വോൾട്ടത കണക്കാക്കുക. ബി. പ്രൈമറിയിലെ കറൻറ്റ് എത്രയായിരിക്കും? ദെൻ സെക്ഷൻ സി. സെക്ഷൻ സിയിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്നിനും 3 മാർക്ക് വീതം. Sixth question. The following figure represents the configuration of the output lines in a distribution transformer. A. Give the name of this configuration. B. What is the potential difference between 2 phase line? C. Why a person standing on the earth do not get electrocuted when he comes in contact with the neutral line? ഒരു വിതരണ ട്രാൻസ്ഫോമറിലെ ഔട്ട്പുട്ട് ലൈനുകളുടെ ക്രമീകരണമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എ. ഈ ക്രമീകരണത്തിൻ്റെ പേരെന്ത്? ബി. ഏതെങ്കിലും 2 ഫേസ് ലൈനുകളിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ത്? സി. തറയിൽ നിന്നുകൊണ്ട് ന്യൂട്രൽ ലൈനിൽ തൊടുന്നയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാത്തത് എന്തുകൊണ്ട്? 7th one. Analyze the circuits and answer the following questions. A.
A student said that magnetic field is developed around the solenoid in the second circuit. Explain your opinion about the statement. B. In which circuit a continuous EMF produced? Name this phenomenon and explain. A. ചിത്രത്തിൽ രണ്ടാമത്തെ സർക്യൂട്ടിൽ മാത്രമേ കാന്തിക ഫ്ലക്സ് പ്രേരണം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് ഒരു കുട്ടി അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം വിശദമാക്കുക. ബി. ഏത് സർക്യൂട്ടിലാണ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നത്? ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? വിശദീകരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റിന് 3 മാർക്കാണ് കേട്ടോ. Then 8th question. In a house, 5 CF lamps each of 24 watt work for a period of 5 hours and 2 fans of 80 watt work for 5 hours. What will be the electric consumption in kilowatt hour for a month? ഒരു വീട്ടിൽ 24 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ 4 മണിക്കൂറും 80 വാട്ടിൻ്റെ 2 ഫാനുകൾ 5 മണിക്കൂറും പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു മാസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപഭോഗം രേഖപ്പെടുത്തും? ദെൻ സെക്ഷൻ ഡിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഓരോന്നിനും 4 മാർക്ക് വീതം. 9th one. 3 students are doing the same experiment by using the following sets of solenoids and magnets. Magnets are identical and the solenoids are wound in clockwise direction with the same type of fire. A. Why the galvanometer needle deflects while the magnet moves towards the solenoid? B. Among the experiments 1, 2 and 3, identify the solenoids which produce the same direction of deflection when the magnet is moved towards the coil. C. Write any 2 methods to increase the induced EMF in the solenoid. ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന 3 സെറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരേ പരീക്ഷണം നടത്തുന്നു. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങളെല്ലാം സമാനവും സോളിനോയിഡെല്ലാം കവചിത ചെമ്പുകമ്പ് ഉപയോഗിച്ച് പ്രദക്ഷിണ ദിശയിൽ ചുറ്റിയെടുത്തവയുമാണ്. എ. കാന്തം സോളിനോയിഡിനുള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ബി. നൽകിയിരിക്കുന്ന 3 പരീക്ഷണങ്ങളിൽ കാന്തം കമ്പിച്ചുരുളിലേക്ക് ചലിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്റർ സൂചി ഒരേ ദിശയിലേക്ക് ചലിക്കുന്നത് ഏതിലെല്ലാമാണെന്ന് കണ്ടെത്തുക. സി. സോളിനോയിഡിലെ പ്രേരിത EMFൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി വെച്ച് മനസ്സിലാക്കി ആൻസർ എഴുതുക. Then 10th one. Observe the figure and answer the following questions. B1 and B2 are identical bulbs. A. Which bulb will glow in the circuit? B. If the battery in the circuit is replaced by an AC source of the same voltage, what change can be observed in the working of the bulbs? Explain the reasons for this change. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. B1, B2 എന്നിവ ബൾബുകളാണ്. എ. സർക്യൂട്ടിൽ പ്രകാശിക്കുന്ന ബൾബ് ഏത്? ബി. സർക്യൂട്ടിലെ DC സ്രോതസ് മാറ്റി സമാന വോൾട്ടതയിലുള്ള AC സ്രോതസ് ഘടിപ്പിക്കുന്നു. ബൾബുകളുടെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? മാറ്റങ്ങൾക്കുള്ള കാരണം വിശദമാക്കുക. മാർക്ക് തന്നിട്ടുണ്ട്. എ പാർട്ടിന് 1 മാർക്കും ബി പാർട്ടിന് 3 മാർക്കുമാണ്. അപ്പം ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് വായിച്ച് നോക്കാൻ 5 മിനിറ്റ് സമയം എടുത്താൽ മതി. അതിനുശേഷം സമയം നോക്കിയിട്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലോണം എക്സാം എഴുതുക. താങ്ക് യു.